പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പൊട്ടാറ്റോ ബോൾസ് ആണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് ഈ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. പൊട്ടാറ്റോ നമ്മൾ പുഴുങ്ങിയെടുത്തേക്കാണ്. അതുപോലെ റവയാണ്, ഒരു ഗ്ലാസ് വെള്ളം വേണം, വെളുത്തുള്ളി, ചിക്കൻ മസാല, ഓയിൽ വേണം, അതുപോലെ ഉപ്പ് വേണം, മല്ലിയില വേണം. നമുക്കിത് തയ്യാറാക്കാം. അതിന് തന്നെ ഇതുപോലെ ഒരു തവ വയ്ക്കുക. അതിലേക്ക് നമ്മൾ അര ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ്. ഇതൊരു ചെറിയ സ്പൂണിനാണ് ഞാൻ എടുത്തത്. ഒരു 4 സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ഇതൊന്ന് ബോയിലായി വരുമ്പോൾ നമ്മൾ ഈ ഫ്ലെയിം ഓഫ് ചെയ്യണം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ നമ്മൾ ഈ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് റവ ഇടുക. ഇത് ഞാനിപ്പോൾ അര കപ്പ് റവയാണ് ഇട്ടേക്കണത്. എന്നിട്ട് ഇത് വെറുതെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്ത് റവേനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റത്തേക്ക് മാറ്റി വയ്ക്കാം. ആ ഗ്യാപ്പിൽ നമുക്ക് ഈ പൊട്ടാറ്റോ നമുക്ക് പൊടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ റവ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു ബൗൾ എടുക്കാം. ഈ ബൗളിൽ നമുക്ക് ഇത് മിക്സ് ചെയ്ത് എടുക്കാം. അതിന് വേണ്ടി ആദ്യം തന്നെ നമ്മളിതിലേക്ക് ഈ റവ ഇടുക. അതിന് ശേഷം ഇതിലേക്ക് പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ പുഴുങ്ങി പൊടിച്ച പൊട്ടാറ്റോ ഇടുക. ഇപ്പം ഞാൻ 3 പൊട്ടാറ്റയാണ് ഇതിൽ ഇട്ടേക്കണത്. ഇത് ഒരു അര സ്പൂൺ ഗാർലിക്, വെളുത്തുള്ളി നമ്മൾ അര സ്പൂൺ ഇട്ട് കൊടുക്കുക. അതുപോലെ ചിക്കൻ മസാലയും അതുപോലെ ഒരു അര സ്പൂൺ ഇട്ട് കൊടുക്കണം. ഉപ്പ് നമ്മൾ മറ്റൊന്നിലും തന്നെ ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ റവയിൽ ഉപ്പ് ഇട്ടിട്ടില്ല, കിഴങ്ങിൽ ഉപ്പില്ല. അതുകൊണ്ട് ഉപ്പ് നന്നായി ഇട്ട് കൊടുക്കണം. ഉപ്പ് ചെറിയ സ്പൂണിൽ 2 സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അതായത് ഈ ഉരുളക്കിഴങ്ങും റവയും പോലെ തന്നെ ഒരു ഇതാണ് മല്ലിയില. ഈ മല്ലിയില ഒരു അര കപ്പ് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ 3 ടേസ്റ്റാണ് ഇതിൻ്റെ ടേസ്റ്റായിട്ട് ഭയങ്കര, അത് ഭയങ്കര ക്രിസ്പി ആയിരിക്കും. എന്നിട്ട് നമുക്കിത് നന്നായി കുഴച്ചെടുക്കാം. കൈ കൊണ്ട് തന്നെ കുഴക്കണം, എന്നാലാണ് ഈ ഉപ്പൊക്കെ എല്ലാ സ്ഥലത്തും പിടിക്കുള്ളൂ. കുഴച്ചതിന് ശേഷം ഇതുപോലെ കുഞ്ഞു ബോളുകളായിട്ട് നമ്മൾ ഇതിനെ കൈ കൊണ്ട് ഉണ്ടാക്കി വയ്ക്കണം. അതിന് ശേഷം നമ്മൾ മുട്ട പതിപ്പിച്ചെടുക്കുക. മുട്ട പതിപ്പിച്ചെടുത്തിട്ട് അതിൽ നന്നായി ഒന്ന് മുക്കുക. ശേഷം ബ്രെഡ് പൊടിയോ അല്ലെങ്കിൽ റസ്ക് പൊടിയിലോ മുക്കുക. അങ്ങനെ തന്നെ നമ്മൾ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ അതിലേക്ക് ഇടുക. ഇത് വെച്ച് തട്ടി നോക്കുമ്പോൾ ഒരു കലകലപ്പ് തോന്നുന്ന സമയത്ത് നമുക്ക് കോരാതെ, അപ്പോൾ ഉള്ളിൽ വെന്തിട്ടുണ്ടാവും. ഇത് ചെറിയ ലോ ഫ്ലെയിമിൽ നട്ടാണ് ബാക്കിയുള്ളതൊക്കെ വറുത്തെടുക്കാം. ചെറുതായിട്ട് നമ്മളൊന്ന് ഒരു വശം മുരിയുമ്പോൾ ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക, ചെറിയ ചട്ട ഉപയോഗിച്ച്. അപ്പോൾ നമുക്ക് കറക്റ്റ് കളറിൽ എടുക്കാൻ പറ്റും.